ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ വെക്ടേഴ്സിൻ്റെ ഫിസിക്സിൻ്റെ 29ാമത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ്. അസൈൻമെൻറ്റ് ഇതാണ്: ഷോ ദാറ്റ് ദ ഗിവൻ വെക്ടേഴ്സ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i + 5j + k, വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4i - 3j + 7k ആർ പെർപെൻഡിക്കുലർ. തന്നിരിക്കുന്ന വെക്ടേഴ്സ് ആയിട്ടുള്ള വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i + 5j + k, വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4i - 3j + 7k എന്ന് പറയുന്ന വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാനാണ് നമ്മളോട് അസൈൻമെൻറ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ കോസ് തീറ്റ, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി, അതായത് വെക്ടർ എൻ്റെയും വെക്ടർ ബിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കോസ് തീറ്റ കണ്ടുപിടിച്ച് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം വെക്ടർ എൻ്റെയും വെക്ടർ ബിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇക്വേഷൻ എന്താണ്: ax bx + ay by + az bz. ax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എൻ്റെ ഇക്വേഷനകത്ത് ഐൻ്റെ കൂടെ എഴുതിയിട്ടുള്ള 2 ആണ് ax. അതുപോലെ തന്നെ bx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ബിൻ്റെ ഇക്വേഷനിൽ ഐൻ്റെ കൂടെ എഴുതിയിട്ടുള്ള 4 ആണ് bx. ay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിൻ്റെ കൂടെ എഴുതിയിട്ടുള്ള 5ഉം by എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വെക്ടറിൽ ജെയിൻ്റെ കൂടെ എഴുതിയിട്ടുള്ള -3യുമാണ്. az എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? എ വെക്ടറിൽ കെൻ്റെ കൂടെ ഒന്നും എഴുതിയിട്ടില്ല, അപ്പോൾ അവിടെ 1 ആണെന്നാണ് അർത്ഥം. അപ്പോൾ az 1 ആണ്. അതുപോലെ തന്നെ bz എന്ന് പറയുന്നത് ബി വെക്ടറിൽ കെൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത് എന്താണ്? 7 ആണ്. സോ 7 ആണ് bz. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈസ് ഈക്വൽ ടു 2 × 4 + -3 × 5 + 1 × 7. ഇങ്ങനെ സൈനൊക്കെ വരുന്ന സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. സോ 2 × 4 + -3 × 5 + 1 × 7. 2 × 4 എന്താണ്? 8 ആണ്. അതുപോലെ തന്നെ -3 × 5 എന്ന് പറയുന്നത് -15 ആണ്. 1 × 7 7 ആണ്. സോ 8 - 15 എന്ന് പറയുന്നത് -7 ആണ്. -7 + 7 ദാറ്റ് ഗിവ്സ് 0. ഇവിടെ 0 ആണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ന്യൂമറേറ്റർ 0 ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്റർ അവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ആൻസർ 0 തന്നെയായിരിക്കും. ന്യൂമറേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡിനോമിനേറ്ററിന് അവിടെ ഒരു കാര്യമില്ല, അത് 0 ആയി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് വെക്ടർ ബിയും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ബൈ വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് എഴുതും. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 ആണ്. ഡിനോമിനേറ്റർ ഇവിടെ കൺസിഡർ ചെയ്യില്ല, കാരണം ന്യൂമറേറ്റർ 0 ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോസ് തീറ്റ 0 ആണെന്നാണ്. കോസ് തീറ്റ 0 എപ്പോഴാണ് വരുന്നത്? തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് കോസ് തീറ്റ 0 എന്ന് വരുന്നത്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ തീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 0 എന്ന് എഴുതിയിട്ട് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നും എഴുതാം. ഹെൻസ് ദേ ആർ പെർപെൻഡിക്കുലർ. അതുകൊണ്ട് അവർ പെർപെൻഡിക്കുലർ ആണ്. 90 ഡിഗ്രി ആണെന്നാണ് കാണിക്കാൻ പറഞ്ഞിരുന്നത്. 90 ഡിഗ്രി ആയാലേ പെർപെൻഡിക്കുലർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ അസൈൻമെൻറ്റിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.